ഇന്നലെ വൈകുന്നേരം കട കൂട്ടിയിട്ട് നേരെ പോയത് മീൻ മേടിക്കാനാണ്. നമ്മൾ കടയിലേക്ക് മീൻ മേടിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ എൻ്റെ വീട്ടിലേക്ക് മീൻ മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്, ചപ്പാത്തി ഉണ്ട് പോലെ ചെമ്മീൻ 1/2 കിലോ മേടിച്ച് റോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞിട്ടാണ് അവിടെ പോയത്. അവിടെ ചെന്നപ്പോൾ എടുത്താൻ വൈകി ഇവന്മാരെന്നോട് ചോദിക്കണേ, ചേച്ചി വീഡിയോ പിടിക്കാൻ മീൻ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞേ, എടാ ഇപ്പം സമയം 6 മണി, നീ ഇരുട്ടത്ത് പോയിട്ട് എന്ത് വീഡിയോ പിടിക്കാനാന്ന് ഉറപ്പം എന്നോട് പറഞ്ഞതേ. നല്ല അടിപൊളി കരിമീനാണ്, നല്ല നെയ്യൊക്കെ ഉണ്ടെന്ന് ഉറപ്പം. എന്നാൽ പിന്നെ ഞാൻ പറഞ്ഞു 2 എണ്ണം പോരട്ടെ എന്ന് പറയും. പിന്നെ എൻ്റെ മനസ്സിലോട്ട് പോയി 2 എണ്ണം കൊണ്ട് ചട്ടിയിലിട്ടിട്ട് എന്ത് കാണിക്കാനായിട്ടാണ്, ഒരു ഭംഗി വേണ്ടേ, ചട്ടി ഒന്ന് തിങ്ങി നിറഞ്ഞ് നിൽക്കണ്ടേന്ന് ഓർത്തിട്ട് ഞാൻ പറഞ്ഞേ എന്നാൽ പിന്നെ 3 എണ്ണം എടുത്തോളാൻ പറയും. തൂക്കി നോക്കിയപ്പോൾ 700 ഗ്രാം. അവന്മാരത് വെട്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് തന്നിട്ടാ. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഉരച്ച് കഴുകി എടുത്തതേ ഞാനൊന്ന് വരഞ്ഞെടുക്കണേണ്. സത്യം പറയാൻ എന്തുണ്ടാക്കണം ചിന്തയിലായിരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. രാത്രിയല്ലേ, എരിവുള്ള കറി ഉണ്ടാക്കണേ നല്ലതല്ലേ. കരിമീൻ മപ്പാസായാലോ അതാവുമ്പോൾ അതിലെ എരിവ് ഉണ്ടാവില്ല. അങ്ങനെ ചട്ടിയിലേക്ക് മഞ്ഞപ്പൊടി ഉപ്പിട്ട്, പിന്നെ ഫ്രിഡ്ജിൽ വാടിക്കുലഞ്ഞ ഒരു ചെറുനാരങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് തന്നെ നല്ല നീരുണ്ടായിരുന്നു. അതും അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുരു ഒന്നും ഇടല്ല കേട്ടോ, എല്ലാം കഴിച്ച് പണ്ടാറടങ്ങും. അതുകൊണ്ടിട്ടാണ് ഈ പറയണത്. ഈ ഒരു കറിക്കേ വേറെ മസാലയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി കരിമീൻ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ, അതിലിട്ടൊന്ന് കുളിപ്പിച്ച് അങ്ങോട്ട് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ അധികം മസാലയൊന്നും ചേർക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല ഈ സാധനത്തിന്. അങ്ങനെ ചട്ടി ഞാൻ നോക്കുമ്പോഴേ തികയണില്ല കേട്ടോ. പിന്നെ മറ്റേ ചട്ടിയിലോട്ട് അങ്ങോട്ട് പിറക്കി അങ്ങോട്ട് എല്ലാ മസാലയും തേച്ച് പിടിപ്പിച്ച് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മസാല തേച്ച് പിടിപ്പിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കാനുള്ള സാമഗ്രികളൊന്നും ഇല്ലല്ലോ എന്നോർത്ത്. പിന്നെ ഒന്നും നോക്കിയില്ല. 6:30 ആയാലും കൊള്ളാം, 6:45 ആയാലും കൊള്ളാം. നേരെ വണ്ടി എടുത്തിട്ടുണ്ട് അന്തുക്കാൻ്റെ കടയിൽ കൂടി. അവിടെ ചെന്നിട്ടും സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ അങ്ങോട്ട് മേടിച്ചുകൊണ്ട് വന്നിട്ടാ. അപ്പോൾ 2 സവാള കുനുകുനായിട്ട് അരിഞ്ഞു കൊടുത്ത്, പിന്നെ 2 തക്കാളി എടുത്തതിൽ 1 എണ്ണം വട്ടത്തിൽ ഒരു ഭംഗിക്ക് വേണ്ടി കിടക്കട്ടേടോ, പിന്നെ 1 എണ്ണം കുഞ്ഞായിട്ടും അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 1 തുടം വെളുത്തുള്ളിയും 1 പീസ് ഇഞ്ചി കേട്ടോ. അപ്പോൾ ഇത് 2 നീളത്തിൽ വേണം അരിഞ്ഞെടുക്കണമെങ്കിൽ. നന്നാക്കാൻ നിന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് മെയിൻ സാധനം നമ്മൾ വെള്ളത്തിലിട്ടില്ല എന്ന്. വേറെ ഒന്നല്ല കേട്ടോ, കശുവണ്ടി. അന്തുക്കാൻ്റെ കടയിൽ നിന്ന് 3 10-ൻ്റെ പാക്കറ്റ് കശുവണ്ടി ഞാൻ മേടിച്ച്. ലൂസൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് ചെറുതാണെങ്കിലും കുഴപ്പമില്ല എന്നും പറഞ്ഞ് മേടിച്ച്. എന്തായാലും ഈ സാധനം ഇല്ലാതെ പറ്റൂലല്ലോ. ഇനി ഇത് കുതിർത്താനായിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടേ, കടയിൽ നിന്ന് വന്നിട്ടൊന്നും കുളിച്ചിട്ട് പോലും ഇല്ല. ഇവിടെ നിന്ന് എൻ്റെ കെട്ടിയവൻ ചോദിക്കണ്ടേ, നീ എന്താ കുപ്പിയിൽ നിന്ന് വന്ന ഭൂതമാണെന്ന്. വേറൊന്നുമല്ല, വെളുപ്പിന് കടയിൽ പോയി കിടന്ന് പണിയെടുത്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ വന്നിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കണതേ. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ തെറ്റിക്കല്ലേ. എന്നെപ്പോലെ ഇരിക്കാൻ സുന്ദരികളായിട്ടുള്ള കരിമീൻ അങ്ങോട്ട് എണ്ണയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേ നന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനേ മധുരക്കിഴങ്ങ് ചിപ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഓരോന്ന് കുറച്ചുകൊണ്ടിരിക്കണം. കാരണം എന്ന് വെച്ചാൽ ഉച്ചക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ഭയങ്കര വിശപ്പ്. അങ്ങനെ നമ്മുടെ കരിമീൻ ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അല്ലേ. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിക്കണ പാട് കണ്ട. ഇനി വേറൊരു പാത്രം എടുത്ത് ആ പാത്രം കഴുകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇങ്ങനത്തെ കൃത്രിമ പണിയൊക്കെയാണ് ഞാൻ ചെയ്യണത് കേട്ടോ. ഇനി എണ്ണയിലേക്ക് നമുക്ക് കറുകപ്പട്ടയും ഏലക്കായും തക്കോലും ഇല്ലേ, അതും ഇട്ട് കൊടുത്ത്, പിന്നെ ഒരു ബേ ലീഫ് ഉണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് മൊരിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 1 തുടം വെളുത്തുള്ളില്ലേ, അപ്പോൾ അത് അരിഞ്ഞത് നീളത്തിലാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇഞ്ചി നീളത്തിലാണ് അരിഞ്ഞെടുത്തേക്കണത്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത്. അപ്പോൾ ഈ ഒരു കറിക്ക് ഇതേപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും വയറ്റിലോട്ടല്ലേ പോണത്, എങ്ങനെയെങ്കിലും അരിഞ്ഞാൽ പോയി. പക്ഷേ ഓരോ കറി വെക്കുമ്പോഴും അതിനനുസരിച്ച് വേണം അരിയാനായിട്ട്. ഞാൻ അങ്ങനെയാണ് ചെയ്യണത്. ഇനി ഇതിലേക്ക് നെടുകെ പിളർന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും ഒരു ഭംഗി വേണം. ആ ഒരു ഭംഗി കണ്ട് മറ്റുള്ളവരെ ആകർഷിച്ചിട്ട് വേണം കഴിക്കാൻ. പിന്നെ ഭംഗി മാത്രം പോരട്ടെ, ടേസ്റ്റും ഉണ്ടാകണം, എന്നാലേ പിന്നെയും വന്ന് കഴിക്കുകയും ചെയ്യുള്ളൂ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇതേപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കണ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കറി വെക്കുമ്പോഴേ എല്ലാവരും തക്കാളിയുടെ പുളി രസത്തിലാണ് വെക്കണത്. പക്ഷേ എനിക്കതൊരു പുളിയായിട്ട് തോന്നണില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ 1 ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിനാഗിരി ഒഴിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഒഴിക്കണം, അല്ലാതെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്ന സമയത്ത് ഒഴിക്കണമെങ്കിൽ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ വഴണ്ടി വന്നപ്പോഴേക്കും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളെന്താണെന്ന് പറയുക, പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തത്
നമ്മൾ നേരത്തെ മീൻ മസാല തേച്ച് വെച്ചതെന്ന് വെച്ചാൽ ഇച്ചിരി അരപ്പുണ്ടല്ലോ, അതിൽ ഈ മഞ്ഞപ്പൊടിയുടെ ഇതുണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് അത് കളയണ്ടല്ല. എന്തായാലും മീനിൻ്റെ അംശങ്ങളല്ലേ അത്, നാരങ്ങ നീരുണ്ടല്ലോ, ഒരു പുളിരസവും കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് കളയാണ്ട് വെച്ചത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2ാം പാലാണ് കേട്ടോ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തേക്കണത്. പിന്നെ വേണ്ടത് നമ്മൾ കശുവണ്ടി ഇല്ലേ, അത് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറും കൈ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മീൻ ഇടുന്നത് ചാറ് തിളച്ചിട്ടുള്ള, പക്ഷേ ഈ ഒരു കറിക്ക് ചാറൊന്നും തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ തേങ്ങാപ്പാലല്ല പിരിഞ്ഞു, അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഉപ്പ് ഞാൻ എന്തോരം ഇടണമെന്ന് നോക്കിയിട്ടാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. ഇനി ഇതേ നമ്മളുടെ മീൻകുട്ടന്മാരെയൊക്കെ അങ്ങോട്ട് ചാറിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ മീനും കൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്നും തിളപ്പിക്കേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ ആ ചാറൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിഞ്ഞ് വട്ടത്തിൽ വെച്ചേക്കണ തക്കാളി ഇല്ലേ, അതിൻ്റെ മുകളിലേക്കൊന്ന് നിരത്തി അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കരിമീൻ മപ്പാസിനൊക്കെ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുക്കും ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടേ. അപ്പം ഞാൻ ഭംഗി ഉറക്കണില്ലല്ലോ, അങ്ങോട്ട് ഞാൻ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കേ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ആദ്യം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, അതിന് ശേഷം കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത്. അപ്പോഴേക്കും നമ്മുടെ ആ കറികൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ട് തലപ്പാലും കൂടി വെച്ച് കൊടുത്തിട്ട് ആ വീഡിയോൻ്റെ ഒന്ന് പോയെന്ന് തോന്നുന്നു, നോക്കിയിട്ട് എന്നെ കാണുന്നില്ല. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. പൊന്നോ, ഇത് കണ്ട ചപ്പാത്തിയും കൂട്ടി അടിക്കാൻ പോണേണ് ഞാൻ. ഒരു ചപ്പാത്തി എടുത്തോളൂ കേട്ടോ, കാരണം ഇത്ര മീനുണ്ടല്ലോ, അതുകൊണ്ട് ഒരെണ്ണം മതി എന്ന് എൻ്റെ ഒരു നിഗമനം. അങ്ങനെ ഞാൻ കഴിച്ചിട്ട് ഇപ്പം വരാം കേട്ടോ. അപ്പം നമ്മുടെ കരിമീൻ മപ്പാസിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കരിമീൻ മപ്പാസിന്. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു.